അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇന്ന് നമുക്ക് എടുക്കാനുള്ള കവിത ഖിതാബ് നൗ ജവാനാന ഇസ്ലാം എന്ന് പറയുന്ന അല്ലാമ ഇക്ബാലിൻ്റെ കവിതയാണ്. അപ്പോൾ അതിലെ കുറച്ച് വരികൾ നിങ്ങൾ ശ്രദ്ധിക്കുക. കബിയ നൗ ജവാൻ മുസ്ലിം തദബ്ബുർ ബി കിയാ തൂനെ വോ ക്യാ ഗർദോന്ത तो जिसका है एक टूटा हुआ तारा. കബിയെ നൗജവാൻ മുസ്ലിം, എപ്പോഴെങ്കിലും മുസ്ലിം യുവാക്കളെ നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ, തദബ്ബുർ ബി കിയാത്തൂനെ, ഏതെങ്കിലും സമയത്ത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? വോ ക്യാ ഗർദോത്ത, അവരൊക്കെ എത്രമാത്രം വലിയ പിരടിയുടെ ഉടമകളായിരുന്നു എന്ന് പറഞ്ഞാൽ കാര്യപ്രസക്തമായ ആളുകളായിരുന്നു. നീയാണെങ്കിലോ ഇക്ക് ടൂട്ടാവുക തര, അതിൻ്റെ ചെറിയ ഒരു ശകലം മാത്രമാണ്. അവർ വലിയ വലിയ ആളുകളായിരുന്നു, നീയാണെങ്കിലോ അപ്പൊ അതിന്റെ അർത്ഥം മനസ്സിലായില്ലേ? ഇനി നെക്സ്റ്റ് നോക്കുക. തുജേ ഇസ് ഖൗമിനെ പാലാ ഹേ ആഗോശേ മഹബ്ബത്ത് മേ കുശൽ ഡാലാത്ത ജിസ്നെ പാവോ മേ താജേ സറേദാറ. അപ്പോൾ എപ്പോഴെങ്കിലും മുസ്ലിം യുവാക്കളെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ, ആ നമ്മുടെ മുൻഗാമികൾ എത്രമാത്രം വലിയ ആളുകളായിരുന്നു. നമ്മൾ അതിൻ്റെ ഒരു നക്ഷത്രത്തിൻ്റെ ഒരു ചെറിയ ഒരു ശകലം മാത്രമാണ് നമ്മളുള്ളത്. തുജെ, നിന്നെ ഇസ് കൗമിനെ പാലാഹെ, ആ സമുദായം പോറ്റി വളർത്തിയിട്ടുണ്ട്. ആഘോഷ മഹബത്ത് മേ, മഹബത്തിൻ്റെ മടിത്തട്ടിലായിട്ട്, സ്നേഹത്തിൻ്റെ മടിത്തട്ടിലായിട്ട്. ആഘോഷർന്ന് മടിത്തട്ട്. കുശൽ ഡാലാത്ത ജിസ്നെ പാവോ മേ താജെ സറേദാറ, ചവിട്ടി മതിച്ചിരുന്നു. കുശൽ ഡാലാത്ത ചവിട്ടി മതിച്ചിരുന്നു. ജിസ്നെ, ഏതൊരു ടീമാണോ ചവിട്ടി മതിച്ചിരുന്നത്, പാവോമേ കാലുകൾക്കിടയിലായിട്ട്, താജെ സറേദാറ വലിയ വലിയ കിരീടാവകാശികളുടെ കിരീടങ്ങളെപ്പോലെ ചെങ്കോലുകളെയൊക്കെ അടിച്ചമർത്തി കാലുകൾക്കിടയിൽ ചവിട്ടിമതിച്ച് അങ്ങനെ ഇസ്ലാമിക സാമ്രാജ്യം ഉണ്ടാക്കിയ ഒരു സമുദായം നമുക്ക് മുമ്പിലുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ബാക്കി ഇൻഷാ അല്ലാഹ് പിന്നീട് പറയാം. മനസ്സിലായോ? കബിയ നൗജവാൻ മുസ്ലിം തദബ്ബുർ ബി കിയാ തൂനെ വോ ക്യാ ഗർദോൻ തൂ ജിസ്കാ ഹേ ഇക് ടൂട്ടാ ഹുവാ താര. കല്യാണമൊക്കെ ഉണ്ട് സാദിഖ് ഉസ്താദിൻ്റെ. അപ്പോൾ ഏതായാലും സമയം വൈകിയിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഇൻഷാ അല്ലാഹ് പിന്നെ നമുക്ക് ഇതിൻ്റെ ബാക്കി എടുക്കാം കേട്ടോ.